ഇതും പോരാങ്കിൽ ഞാനൊരു ബ്ലർ ചെയ്ത് ഇതുകൂടെ ഇട്ട് തരാം. നിഴല് വെച്ച് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കിക്കോ. ഇതും പോരാ, ഇത് നിനക്ക് പോരാ, ഇതും പോരാങ്കിൽ ഇതൂടെ പിടിച്ചോ കാറിനകത്ത്. ഇത്രയും തെളിവ് മതിയോ? ഇനിയും നീ പറ അവനുമായിട്ട് നിനക്ക് യാതൊരു ബന്ധവും ഇല്ലെന്ന്. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായെന്നറിയോ? ആൻഡ് ഫൈനലി എവിടെ കള്ളത്തരം മൊത്തം ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് പൊളിച്ചടുക്കി തരാം. ആൻഡ് ഒരു കാര്യം ഞാൻ ആദ്യമേ പറയുന്നു, അവസാനം വരെ വീഡിയോ കണ്ടു, ഒരിക്കലും നിങ്ങൾ നിരാശരാകത്തില്ല. ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ ഇവക്കെതിരെ വീഡിയോ ചെയ്ത് തുടങ്ങിയത് ഒരിക്കലും ലല്ലുവിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ഇവള് ആ ഒരു നറേഷൻ കൊണ്ടുവരുന്നുണ്ട്. എവള് ഉടായ്പാണ്, ലല്ലു ഉടായ്പാണ്, എവൾ ആരാണെന്ന്, ഇവിടെ ഉടായ്പ എന്താണെന്ന് പൊളിച്ചു കൊടുക്കണം. അത് മാത്രമേ എന്റെ വീഡിയോയ്ക്ക് ഞാൻ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ഈ പരനാറിയായിട്ടുള്ള ലല്ലുവിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു പണി ഞാൻ ഇതുവരെ ചെയ്യത്തതുമില്ല. ആൻഡ് വൺ മോർ തിങ്, ഇവളിപ്പോ പറഞ്ഞുകൊണ്ട് വരുന്ന ഒരു നറേഷൻ ഉണ്ട് ഇവിടെ റീസെന്റ് ആയിട്ടുള്ള ലൈവിനകത്തും എല്ലാത്തിനകത്തും. എനിക്ക് സ്ത്രീകളോട് സംസാരിക്കാൻ അറിയത്തില്ല, ഞാൻ ഭയങ്കര മോശമായിട്ടാണ് സംസാരിക്കുന്നത്, എനിക്ക് ബേസിക് മാനേഴ്സ് പോലും അറിയത്തില്ല എന്നുള്ളതാണ്. യവക്ക് തെറി വിളിക്കാമെങ്കിൽ എനിക്കത് തിരിച്ചു വിളിച്ചുകൂടെ? പെണ്ണിന് അനുകൂലമാണ് നിയമം എന്ന് പറഞ്ഞിട്ട് അതിനെ ചൂഷണം ചെയ്ത നിന്നെ പോലുള്ളവന്മാരെയാണ് ആദ്യം ഇവിടുന്ന് അടിച്ച് പുറത്താക്കേണ്ടത്. അത് ആദ്യം നീ മനസ്സിലാക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം ഗൈസ്. ആൻഡ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ്, ഇതൊരു നമ്മുടെ റെഗുലർ റിയാക്ഷൻ വീഡിയോ ഒന്നും ആയിരിക്കത്തില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എനിക്ക് തുരുതുരാന്ന് സ്ട്രൈക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വീഡിയോ എനിക്ക് ഇതിനകത്ത് വെക്കാൻ പറ്റത്തില്ല. ഇവിടെ ഫേസ് കണ്ടാൽ അവൾ അപ്പം എനിക്ക് സ്ട്രൈക്ക് വരും. അതുകൊണ്ട് ഇത് റിയാക്ഷൻ വീഡിയോ അല്ല ഗൈസ്. ഇതിനകത്ത് ഫസ്മിനെ പറയാത്ത കുറെ കഥകൾ എനിക്ക് പറയാനുണ്ട്. ആ കഥയാണ് ഞാൻ ഇതിനകത്ത് പറയാൻ പോകുന്നത്. ആൻഡ് ഇവള് പറഞ്ഞ കാര്യങ്ങളിലൂടെ നമ്മൾ ഇതിനകത്ത് നോക്കുന്നുണ്ട്. ഇവൾ ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നല്ലോ, അതിനകത്ത് ഒരു മാങ്ങാത്തൊലിയില്ല. എവള് ഡയറിയുടെ വരും, ഇന്ന് വരും, നാളെ വരും, മറ്റന്നാൾ വരും എന്ന് പണഞ്ഞ് ഒരു മാസമായപ്പോഴാണ് ഇവള് ഡയറിയുടെ എക്സ്പ്ലനേഷനുമായിട്ട് വരുന്നത്. ഡയറിയുടെ എക്സ്പ്ലനേഷൻ അത് ഒരു മാസത്തെ കണക്ക് ഇവിടുന്ന് വന്ന് എനിക്ക് മനസ്സിലായി. എന്തുകൊണ്ട് ഇത്രയും ഡിലേ ആക്കിയെന്നുള്ളത് വളരെ എവിഡന്റ് ആയിട്ട് ഇവിടെ വീഡിയോയ്ക്കകത്ത് മനസ്സിലാവുന്ന കാര്യമാണ്. എല്ലാം സംസാരിക്കാം. ഇതുവരെ എനിക്ക് റീച്ച് തരാൻ പറ്റാത്തതുകൊണ്ട് എന്റെ പേര് പോലും ഉച്ചരിക്കാത്ത വ്യക്തിയാണ്. പക്ഷെ ഏത് ലൈവ് വന്നാലും എന്നെ പറ്റിയുള്ള ചോദ്യം വരുമ്പോൾ എന്നെ അതിനകത്ത് പറയും, എന്നെ പറ്റി സംസാരിക്കാറുണ്ട്. ഇന്നത്തെ വീഡിയോയുടെ തംബ്നെയിൽ വരെ നോക്കി, എന്റെ പേര് പറഞ്ഞിട്ടില്ലെങ്കിൽ എന്താ എന്റെ മുഖം മടക്കം ആ തംബ്നെയിലിനകത്ത് വെച്ചിട്ടുണ്ട്. എന്താണ് മോളെ, എന്റെ ഫേസ് നീ സെയിൽ ചെയ്യുവാണോ, അല്ലെങ്കിൽ എനിക്ക് നീ സ്വയം റീച്ച് ഉണ്ടാക്കി തരുവാണോ? എനിക്ക് നിന്റെ റീച്ച് ഒന്നും വേണ്ട, എനിക്ക് നീ റീച്ച് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നിന്റെ വീഡിയോ കമന്റ് സെക്ഷനിൽ നോക്കിയാൽ മതി എന്റെ റീച്ച് എന്താണെന്ന് നിനക്ക് മനസ്സിലാവണമെങ്കിൽ. എന്റെ വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് അതിനകത്ത് എത്ര കമന്റ് വന്നിട്ടുണ്ട്. ആ വന്ന കമന്റ്സിന്റെ ലൈക്ക് എത്ര എണ്ണമാണ്? നീ എന്തോരം കമന്റ്സ് ആണ് കുത്തിരി ഡിലീറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്? പൈസക്ക് ആള് നിർത്തിയിട്ടുണ്ടോ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവള് വരുന്ന കമന്റ് ചറപറാന്ന് ഡിലീറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇവൾ വെറും ഉടായ്പാണ്. ഈ വീഡിയോ കമന്റ് പകുതിയും മുക്കി, എന്റെ ഉൾപ്പെടെ. ഇവൾ വീഡിയോയിൽ വരുന്ന 52.14 ഡിവോഴ്സ് തന്നില്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ പോവാ അവൾ പറഞ്ഞിട്ടില്ല. എന്നാൽ പിന്നെ അവൻ ഡിവോഴ്സ് അല്ലാതെ സഫയുടെ കൂടെ പോയപ്പോൾ ഇവൾ എന്തിനു റിയാക്ട് ചെയ്തു എന്ന് കുറച്ച് പേർ ചോദിച്ചത് അവൾ ഡിലീറ്റ് ആക്കി. എന്റെയും പക്ക ഉടായിപ്പാണ് ഇവൾ. അതിന്റെ അടിയിൽ വേറെ ആൾ കമന്റ് വന്നേക്കുന്നത് എന്റെ കമന്റ് എവള് മുക്കി, എവള് കുത്തിയിരുന്ന ആളുകളെ കൊണ്ട് ഡിലീറ്റ് ചെയ്യിപ്പിച്ചോണ്ടിരിക്കുകയാണ്. കമന്റ് വരുന്നതല്ല. നാണമുണ്ടോ, ഉളുപ്പുണ്ടോ? ഇത്രയും വലിയ വീരശൂര പരാക്രമി ഇങ്ങനെ കടന്ന് മെഴുകാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ കടന്ന് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നീ കടന്ന് പറയുന്നുണ്ടല്ലോ, തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ വാടാ, തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ വാടാ. എടീ, തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ നീ ഡിലീറ്റ് ചെയ്യാതിരിക്കടി. ആൾക്കാരുടെ ക്രിറ്റിസിസം, തെറി കമന്റ് നീ ഡിലീറ്റ് ചെയ്തു, ഒരു കുഴപ്പമില്ല. വളരെ മോശം മ്ലേച്ഛമായിട്ടുള്ള മറ്റേ തെറി കമന്റ് നീ ഡിലീറ്റ് ചെയ്തു, ഒരു കുഴപ്പമില്ല. പക്ഷെ ആളുകൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ, അത് വാലിഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ, അന്നേരം അവരെ തെറി വിളിച്ചോടിക്കുക അല്ലെങ്കിൽ അത് ഡിലീറ്റ് ചെയ്ത് ഓടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നിന്നെ കൊണ്ടേ പറ്റത്തുള്ളൂ. ഈ നാണവും മാനവും ഇല്ലാത്ത, ഉളുപ്പില്ലാത്ത വർഗത്തിന് അത് പറ്റത്തുള്ളൂ. എവൾ ഇന്നലെ ഒരു സ്റ്റോറി ഇട്ട് ടൈമർ ഒക്കെ വെച്ച് ഒരു ദിവസം 12 മണിക്കൂറിനുള്ളിൽ അടുത്ത ഡയറിയുടെ വീഡിയോ വരും എന്നൊക്കെ പറഞ്ഞ് ഒരു ബോംബിന്റെ ഇമോജിയൊക്കെ വെച്ചിട്ടാണ് വീഡിയോ ഇട്ടത്. എടേ, ഇതിനകത്ത് ഈ വീഡിയോയ്ക്കകത്ത് ഒരു ഓലപ്പടക്കമെങ്കിലും ഉണ്ടാ? ഒരു ഓലപ്പടക്കമെങ്കിലും, ഒരു മാങ്ങാത്തൊലിയും ഇല്ലാത്തൊരു വീഡിയോ. എവൾ എന്നിട്ട് നൈസായിട്ട് ഒഴിഞ്ഞു ഇങ്ങനെ വഴുതി അങ്ങ് പോയി. എന്നിട്ട് അവസാനം കുറെ കള്ളത്തരവും. ഡയറിയെ പറ്റി ഇതിനകത്ത് ഒരു 2 എടുത്ത് സംസാരിക്കുന്നുണ്ട്. ഏറ്റവും അവസാനത്തെ ഒരു 4 മിനിറ്റ് സംസാരിക്കുന്നുണ്ട്, ഇടയ്ക്ക് ഒരു 38-ാമത്തെ മിനിറ്റ് എന്തോ സംസാരിക്കുന്നുണ്ട്. അതല്ലാതെ ഒന്നുമില്ല. സ്ഥിരം സംസാരിക്കുന്നത് എന്താണ്? ലല്ലുവിന്റെ കുൽസിതങ്ങൾ തന്നെ. ഇതിന് ഡയറിയുടെ വീഡിയോ എന്ന് പറയാൻ പറ്റത്തില്ല. ലല്ലുവിന്റെ കുൽസിതങ്ങൾ പറയുന്നതിന്റെ ഇടയ്ക്ക് ഡയറിയെ പറ്റി ഒന്ന് മെൻഷൻ ചെയ്തിട്ട് പോയി. ഫൈസയുടെ ഡയറി എന്നും പറഞ്ഞിട്ട് ഇട്ടേക്കുന്ന വീഡിയോ ആണ്. പക്ഷെ ഡയറിയെ പറ്റി ഒന്നും അതിനകത്തില്ല. പറഞ്ഞതെല്ലാം കള്ളത്തെ. അത് ഞാൻ പറഞ്ഞുതരാം, അവസാനം വരെ കണ്ടാ മതി നിങ്ങൾ. ഓക്കെ, ഫഷിമോള് ഇതിനകത്ത് തുടക്കം തന്നെ പറയുന്നുണ്ട് കണ്ടകശനിയാണെന്ന്. കാര്യം ആദ്യം റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്ന സാധനം റെക്കോർഡായില്ല. ആൻഡ് നീ പറഞ്ഞത് വളരെ 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 ശരിയാണ്. നിനക്കിപ്പോൾ കണ്ടകശനിയാണ്. നീ എന്നെ എപ്പോൾ ഇതിനകത്തോട്ട് പിടിച്ചിട്ടോ അന്ന് തൊട്ട് നിനക്ക് കണ്ടകശനിയാണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ ഒന്ന് അനലൈസ് ചെയ്യാം.
സ്ക്രിപ്റ്റ് റെഡി ആയിട്ടുണ്ട്. വലിയ സ്ക്രിപ്റ്റ് ആയിട്ടാണ് വന്നത്. തുടക്കത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. ഡിസംബർ മാസത്തിൽ തൊടുപുഴയിൽ ഈ ലല്ലുവിന് റൂം എടുത്ത് കൊടുത്ത കാര്യം, ആ റൂമിൽ വന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് പൈസ കൊടുത്തത് നമ്മുടെ ഫഷിമോളാണ്. ഇത്രയും ഉപദ്രവിച്ച, ഇത്രയും ക്രൂരനായിട്ടുള്ള ലല്ലുവിന് തൊടുപുഴ ഇവിടെ നാട്ടിൽ വന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് ഫഷിമോള് പൈസ കൊടുത്തു ഗൈസ്. ഡിസംബറിൽ നടക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്, അതിനകത്ത് ഒന്നാണ് ഈ തൊടുപുഴ. അതുപോലെ തന്നെ എന്റെ അറിവ് ശരിയാണെങ്കിൽ ഇവള് ഇതേ ഡിസംബറിൽ തന്നെയാണ് ബാംഗ്ലൂരിൽ ഇവനെ കാണാൻ വേണ്ടി പോയത്. ഇവനോടൊപ്പം നിൽക്കുന്ന ഒരു വീഡിയോ ഒക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് ഓൾറെഡി. ലല്ലു അത് ഇവന്റെ ഇന്റർവ്യൂവിനകത്തൂടെ പുറത്തു വിട്ടതാണ്. അതും ഡിസംബർ മാസത്തിലാണ് നടക്കുന്നത്. ഈ ഡിസംബറിലെ കാര്യം ഞാൻ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡിസംബറിന് എവിടെ ജീവിതമായിട്ട് ഭയങ്കര ബന്ധമുണ്ട്. അന്നേരം ഇതിങ്ങനെ കണക്ട് ചെയ്ത് പറഞ്ഞാലേ അതിന്റെ ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഇത്രയും ദ്രോഹിച്ച, ഇത്രയും പെണ്ണുങ്ങളുടെ കൂടെ നിന്നെ പറ്റിച്ചിട്ട് പോയ ലല്ലുവിനെ കാണാൻ നീ പൈസ ചെലവാക്കി എന്തിന് ബാംഗ്ലൂർ പോയി എന്നുള്ളതിന്റെ ഒരു കാര്യം സ്റ്റിൽ ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ആൻഡ് വേറൊരു കാര്യം കൂടി ഈ വീഡിയോക്കകത്ത് ഫസിമോൾ പറയുന്നുണ്ട്, ഡിസംബർ വരെ എനിക്ക് റിലേഷൻഷിപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന്. ഡിസംബർ വരെ. ഇത് കഴിഞ്ഞിട്ട് പിന്നെ മൊത്തം ബ്ലാ നമ്മുടെ ലല്ലുവിന്റെ അപരാധ കഥകൾ, അവന്റെ കുൽസിത ചാറ്റ്, അവന്റെ കുൽസിത വീഡിയോ. ഇതൊക്കെ നീ കണ്ടാ പോരെ, എന്തിനാണ് നമ്മളെ കാണിക്കുന്നത്? യവന്റെ മറ്റേ വീഡിയോ ഒക്കെ എവള് വീഡിയോ ലീക്ക് ആക്കിയെന്ന് പറഞ്ഞ് ലവൻ കൊണ്ടുപോയി CM-ന് പരാതി കൊടുത്തെന്ന്. എന്നിട്ട് എവള് വന്നിട്ട് പറയാണ് ഞാൻ ലീക്ക് ആക്കിയതല്ല, ഓൾറെഡി അത് ലീക്ക് ആയതാണ്. എവള് ലല്ലുവിന്റെ കുൽസിതോ എന്ന് പറഞ്ഞിട്ട് ഒരു ടെലിഗ്രാം ചാനൽ തുടങ്ങിയിട്ട് അതിനകത്ത് എന്തോരം കാര്യങ്ങൾ ഇട്ടത്. അതും പോരാഞ്ഞിട്ട് എന്റെ കാസറ്റ് എന്ന് പറയുന്ന അവനെ കൊണ്ട് എന്തൊക്കെ ഐറ്റംസ് ആണ് നീ ഇടിപ്പിച്ചത്. ഒരു പെണ്ണിന്റെ ന്യൂഡ് ഫോട്ടോ വരെ യവൻ ചാറ്റ് ചെയ്തവളാണെന്നും പറഞ്ഞിട്ട് അവൻ ആ ചാറ്റിനകത്ത് ഇട്ടിട്ടുണ്ട്. അതൊക്കെ പോട്ടെ, ഇവള് പറയുന്ന അവള് ലീക്ക് ആക്കിയില്ലെന്ന്. എന്നിട്ട് ഈ വീഡിയോക്കകത്ത് എന്തോ കാണിച്ചു വെച്ചോണ്ടിരുന്നത്, അവന്റെ മൊത്തം ഐറ്റംസ് തടവുന്നതും പിടിക്കുന്നതും പറിക്കുന്നതും പറത്തുന്നതും അടക്കം ഇവള് ബ്ലറാക്കി എടുത്ത് വെച്ചേക്കുന്നു. എന്നിട്ട് പറയാണ് ലീക്ക് ആക്കിയില്ലെന്ന്. യൂട്യൂബിനകത്തോടെ പബ്ലിക് ആയിട്ട് ലീക്ക് ആക്കിയിട്ട് പറയുക ലീക്ക് ആക്കിയില്ലെന്ന്. കൊള്ളാം. എന്നിട്ട് പിന്നെ ലല്ലുവിന്റെ ഒരു ഫോൺ മോഷണ കഥയും പറയുന്നുണ്ട്. ആൻഡ് അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഞാനിതെല്ലാം വിടുന്നു. നീ അത് എന്തേലും പറഞ്ഞു, അവൻ പറഞ്ഞ ശരിയായിരിക്കും. അവന്റെ പരിപാടി മൊത്തം നീ പൊളിച്ചടുക്കി, അവൻ വെറുടായ്പാണ്, ലോകവേഴയാണ്, നമ്മളെല്ലാം സമ്മതിക്കുന്നു. പക്ഷെ നമ്മൾ ചോദിച്ചതൊന്നുമല്ല. ഡയറി വരട്ടെ, ഡയറി എക്സ്പ്ലനേഷൻ വരട്ടെ. അങ്ങനെ പകുതി, ഈ വീഡിയോയുടെ പകുതി ആയപ്പോഴത്തേക്ക് നമ്മുടെ മോൾ ഡയറിയുടെ എക്സ്പ്ലനേഷനിലോട്ട് വരികയാണ്. ഫസ്റ്റ് അലിഗേഷൻ, ജവാൻ ആൻഡ് ജോയിന്റ്. നമ്മുടെ പുണ്യങ്ങളത് ജോയിന്റ് അടിച്ചിട്ടില്ല എന്ന് തെളിയിക്കുന്ന ഒരു റിപ്പോർട്ട് അവിടെ യൂറിൻ ടെസ്റ്റ് ചെയ്ത്, എന്ന് വെച്ചാൽ 5 പാനൽ ടെസ്റ്റിന്റെ ഒരു റിപ്പോർട്ട് നമ്മുടെ മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട്. അതിനകത്ത് വളരെ വ്യക്തമായി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, നോട്ട് ഡിറ്റക്റ്റഡ്, നോട്ട് ഡിറ്റക്റ്റഡ്, നോട്ട് ഡിറ്റക്റ്റഡ് എന്നും പറഞ്ഞിട്ടാണ്. ഈ 5 പാനൽ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഞ്ചാവ്, കൊക്കൈൻ അതുപോലുള്ള ഐറ്റംസ്, ഒരു 5 ഐറ്റംസ് ഉണ്ട്. അതൊക്കെ ഇവർ യൂസ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് യൂറിൻ ടെസ്റ്റ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ഈ 5 പാനൽ ടെസ്റ്റ്. ഇതിനകത്തൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് ഞാൻ പറയാം. ജവാൻ ആൻഡ് ജോയിന്റ് അടിച്ചു എന്നുള്ളതാണല്ലോ. ജവാൻ പോട്ടെ, ജോയിന്റ് പിടിക്കാം. ജോയിന്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താണെന്ന്. അത് തന്നെ. ഈ ടെസ്റ്റിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കനാബിസ് അല്ലെങ്കിൽ കഞ്ചാവ് എന്ന് പറയുന്ന സാധനം 1 ടൈം യൂസ് ആണെങ്കിൽ, ഒരു തവണ യൂസ് ചെയ്തിട്ടുള്ളെങ്കിൽ ഒരു 3 ദിവസത്തിനുള്ളിൽ ടെസ്റ്റ് ചെയ്യണം. എന്നാലേ അത് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ ഈ ഒരു ടെസ്റ്റ് വഴി. ഒരു ഇടത്തരം യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ 5 തൊട്ട് 7 ദിവസത്തിനുള്ളിൽ അടിച്ച് 5 തൊട്ട് 7 ദിവസത്തിനുള്ളിൽ ചെക്ക് ചെയ്യണം. എന്നാലേ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ഇനി ഹെവി യൂസറാണ്, റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരു 30 ദിവസം വരെ ഈ ഒരു ടെസ്റ്റ് വഴി കണ്ടുപിടിക്കാൻ പറ്റും. ഈ ഒരു അലിഗേഷൻ വന്ന് ഏതാണ്ട് ഒരു 1 മന്ത് കഴിഞ്ഞപ്പോഴാണ് ഇവള് ഈ ഒരു ടെസ്റ്റുമായിട്ട് വരുന്നത്, ഇതിന്റെ റിപ്പോർട്ടും പൊക്കി പിടിച്ചുകൊണ്ട് വരുന്നത്. അന്നേരം ഈ റിപ്പോർട്ടിനകത്ത് എന്ത് ക്രെഡിബിലിറ്റി ആണുള്ളത്? അതുമായി ഡയറിക്കകത്ത് എഴുതിയിരിക്കുന്നത് എന്താണ്? ഫെബ്രുവരി 2026 ഫെബ്രുവരി ഡേറ്റ് ആണെന്ന് കാണിക്കുന്നില്ല. മാർച്ച് കഴിഞ്ഞത് ഏപ്രിൽ 18 10-48-50 ദിവസമായി. അന്നേരം നീ ഈ സാധനം പൊക്കി പിടിച്ചോണ്ട് വന്നിട്ട് നീ വന്നിട്ട് പറയല്ലേ ഞാൻ അടിച്ചിട്ടില്ലെന്ന്. ഒരു രീതിയിൽ നിന്നെ വിശ്വസിക്കാൻ പറ്റത്തില്ല. നീ വിശ്വസിക്കാൻ കൊള്ളത്തുള്ളതാണെന്ന് നീ ഓൾറെഡി പ്രൂവ് ചെയ്തു. അപ്പം എന്തുകൊണ്ട് ഈ ഡയറിയുടെ വീഡിയോ ഡിലേ ആയി എന്നുള്ളതിന്റെ റീസൺ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതാണ് കാര്യം. എവള് ചെയ്യുന്ന വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. എവള് ഭയങ്കര ട്രാൻസ്പെറന്റ് ആയിട്ടാണ് ചെയ്യുന്നതെന്ന് നമ്മളെ മനസ്സിലാക്കിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ മൂത്രം കളക്ട് ചെയ്തുകൊണ്ട് നമ്മളെ കാണിക്കുന്ന വീഡിയോ വരെ ഈ ഒരു ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ഭയങ്കര നമ്മളെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട്. എന്റെ പൊന്നുമോളെ, നീ ലോക ഉടായിപ്പാണ്. നീ വിചാരിച്ചാൽ വേണമെങ്കിൽ സിമ്പിളായിട്ട് ആ മൂത്രം മാറ്റി വേറെ ആരുടെയെങ്കിലും മൂത്രം കൊടുത്ത് അത് വെച്ച് ടെസ്റ്റ് ചെയ്യിപ്പിച്ച് നിന്റെ പേര് നീ ഇറക്കും. നീ അമ്മാതിരി ഐറ്റമാണ്. അതുകൊണ്ട് നീ ഇമ്മാതിരി ഉടായിപ്പോ നമ്മളെടുത്ത് ഇറക്കാൻ നിൽക്കരുത്. സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ? അവരൊരു ബോട്ടിൽ തരും, ആ ബോട്ടിൽ അപ്പം തന്നെ കൊണ്ടുപോയി പരിശോധിക്കണം. നമുക്ക് വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല, അതിന്റെ ഒരു ടെമ്പറേച്ചർ ഒക്കെ ഉണ്ട്. അല്ലെങ്കിൽ അവരുടെ റിജക്ട് ചെയ്യും. എവള് ഇവിടെ കൂട്ടുകാരും കൂടെ ചെക്ക് ചെയ്യാൻ പോയെന്ന് വിചാരിക്കുക. ഈ കൂട്ടുകാർ ഇത് യൂസ് ചെയ്യത്തില്ല. രണ്ടുപേരും യൂറിൻ സാമ്പിൾസ് എടുക്കുന്നു. എന്നിട്ട് യൂറിൻ സാമ്പിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്നു. എക്സ്ചേഞ്ച് ചെയ്തിട്ട് പറയുകയാണ്, ആണ്ട ഇത് എന്റേതാണ്, ഇത് മറ്റോടേതാണ്. എവിടെ പേര് ചിലപ്പോൾ വരും, ആണ്ട ഒന്നുമില്ല, എല്ലാം ഡിറ്റക്റ്റഡ്. സിമ്പിൾ ആയിട്ട് ഇങ്ങനെയൊക്കെ മാനിപ്പുലേറ്റ് ചെയ്ത് ഉണ്ടാക്കാം. എന്നിട്ട് നീ ആളെ പറ്റിക്കുന്നൊക്കെ നിന്റെ സർക്കിളിലുള്ള എല്ലാ എണ്ണവും പറയുന്ന ഒരേ ഒരു കാര്യമാണ്, നീ നല്ല ഒന്നാന്തരം അടിയാണെന്ന്. ഇതെനിക്ക് പ്രൂവ് ചെയ്യാൻ തെളിവൊന്നുമില്ല, ഇത് അലിഗേഷൻ ആയിട്ട് നീ കൂട്ടിക്കോ. പക്ഷെ ഇനിയും പറയും നീ മുഴുത്ത കഞ്ചാവാണ്, അത്രേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല.
എന്നിട്ട് ഇവള് വന്നിട്ട് അതിന്റെ എക്സ്പ്ലനേഷൻ, ഈ ജോയിന്റ് ആൻഡ് ജവാൻ അടിച്ചു എന്നുള്ള എക്സ്പ്ലനേഷൻ ഞാനൊരു സ്റ്റോറി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എവിടെ ഫ്രണ്ട്സ് അടിച്ചതാണ്, അത് ഇവിടെ പേഴ്സണൽ ഡയറിക്കകത്ത് എഴുതി വെച്ചതാണെന്ന്. എന്നിട്ട് താണ്ട് ഇതിനകത്ത് പറഞ്ഞേക്കുന്നുണ്ടോ, ജവാൻ ആൻഡ് ജോയിന്റ് അടിച്ചു, എന്നിട്ട് അതിന്റെ അടിയിൽ എഴുതിയൊക്കെ നിങ്ങൾ കണ്ടോന്ന്. അത് കാണിക്കുക, നമ്മളെ കാണിക്കുക. അവരെല്ലാം നൈറ്റ് പോയി, ജവാൻ ആൻഡ് ജോയിന്റ് അടിച്ചിട്ട് അവരെല്ലാം നൈറ്റ് പോയി, ഒപ്പം നീയും അടിച്ച്, അത്രേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. എന്നിട്ട് വന്നിട്ട് പറയുന്ന പറിച്ചേക്കണം, എന്റെ ഫ്രണ്ട്സിനെ എനിക്ക് എക്സ്പോസ് ചെയ്യാൻ പറ്റത്തില്ല, അവരാണ് അടിച്ചത്, ഞാൻ നോക്കിയിരുന്നതേ ഉള്ളൂ. എന്റെ പൊന്നു കുഞ്ഞുങ്ങളെ ഒന്ന് ആലോചിച്ച് നോക്ക്, ഇത്ര നമ്മുടെ പുണ്യാളത്തി, ഇവരൊക്കെ ജവാൻ ആൻഡ് ജോയിന്റ് അടിക്കുമ്പോൾ നോക്കിയിരിക്കുന്ന പുണ്യാളത്തി നോക്കിയിരുന്നതേ ഉള്ളൂ, ഒന്നും തൊട്ട പോലും ഇല്ല. ഒന്ന് ആലോചിച്ച് നോക്കണേ എന്റെ പൊന്നു കുഞ്ഞെ, നീ ഇങ്ങനെ കള്ളത്തിനും പറയലടാ കുട്ടാ. പിന്നെ അത് കഴിഞ്ഞിട്ട് തലമുടി ടെസ്റ്റ് എനിക്ക് തോന്നുന്നു പെട്ടെന്ന് അങ്ങനെ എല്ലായിടത്തും ഉള്ള ടെസ്റ്റ് അല്ല, അത് അത്ര സിമ്പിൾ ആയിട്ട് അസസ് ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഇവള് ഭയങ്കര ആധികാരികമായിട്ട് വെല്ലുവിളിക്കുന്നത്, തലമുടി ടെസ്റ്റ് വേണമെങ്കിലും ചെയ്യാമെന്ന്. ഇനിയിപ്പോൾ അത് ചെയ്താലും നീ സിമ്പിൾ ആയിട്ട് മാനിപ്പുലേറ്റ് ചെയ്ത് വേറെ റിപ്പോർട്ട് ഉണ്ടാക്കുമെന്ന് നമുക്കറിയാം, അത് വേറെ കാര്യം. അതുകൊണ്ട് നീ തലമുടി ടെസ്റ്റ്, ഈ ടെസ്റ്റ് ഒക്കെ കാണിച്ച് നമ്മളെ അങ്ങ് ഊംഫിക്കാൻ നോക്കല്ലേ മോളെ. ഇത് കഴിഞ്ഞിട്ട് പറയുന്നത് എന്താണ്, മറ്റേ ലല്ലുവിന്റെ റീഹാബിലുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്തു വെച്ചിട്ട് അവൻ ഡ്രഗ്സ് യൂസ് ചെയ്യും, അവൻ പെണ്ണുപിടിയനാന്ന്, അത് വോട്ടവർ, അവൻ എന്തോ ആയിക്കോട്ടെ, അവൻ ലോകവഴിയാണെന്ന് ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അവൻ ഡ്രഗ്സ് യൂസ് ചെയ്യുമെന്ന് എവള് തെളിയിക്കാൻ വേണ്ടിയിട്ട് എവൾ എടുക്കുന്ന എഫേർട്ട് കാണണം. എനിക്ക് തോന്നുന്നു അവൻ കടന്ന മറ്റേ റീഹാബിലൊക്കെ പോയിട്ട് അവിടെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അവന്റെ ഇത് തെളിയിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന എഫേർട്ടിന്റെ 1% നിന്റെ കാര്യത്തിൽ നീ എടുക്കുവോ? എടുത്തിട്ടില്ല, എടുക്കത്തില്ല. സ്വന്തം നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി അവൾ എഫേർട്ട് എടുക്കത്തില്ല. കാര്യം എന്താ, അവിടെ ഭാഗത്ത് നിരപരാധിത്വം ഇല്ല, അവൾ പറയുന്നത് മൊത്തം കള്ളത്തരമാണ്. അതുകൊണ്ടാണ് അവള് സ്വന്തം കാര്യം തെളിയിക്കാൻ വേണ്ടി എഫേർട്ട് എടുക്കാത്തത്. ഒരു റിപ്പോർട്ടും പിന്നെ കുറച്ച് കഥയും, പിന്നെ വേറെ ആരുടെങ്കിലും ഒക്കെ ആണെങ്കിൽ കംപ്ലീറ്റ് എവിഡൻസ് വെച്ച് മാത്രമേ പിന്നെ സംസാരിക്കത്തുള്ളൂ. സ്വന്തം കാര്യം വരുമ്പോഴത്തേക്ക് ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്, എൻ്റെ ഫ്രണ്ട്സാണ് അടിച്ചത്, ഞാൻ അടിച്ചുള്ള എന്നൊക്കെ പറഞ്ഞിട്ട് നൈസായിട്ട് അങ്ങ് തള്ളി അങ്ങ് വിടും. അങ്ങനെ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, ലല്ലുവിന്റെ കാര്യങ്ങളാണ് മൊത്തം. നമ്മൾ കേട്ടത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇതിങ്ങനെ വീഡിയോ കറങ്ങി ഏറ്റവും അവസാനം വന്ന് ഒരു 50-55 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ എവളൊരു കാര്യം പറയുന്നുണ്ട്, എവിടെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ്. എന്താണ് റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ്? സത്യം പറയാലോ പൊന്നുമോളെ, നീ ആ ഒരു കാര്യം പറഞ്ഞ് ഇങ്ങനെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഒന്നും ഇനി ഞാനായിട്ട് പറയണ്ട, ഓക്കെ അവക്കത് പ്രൈവറ്റ് ആയിട്ട് വെക്കാനാണ് താല്പര്യം, അത് ഞാനായിട്ട് പറയണ്ട, ഞാനത് വിട്ടതാണ്. സീരിയസ്ലി ഞാൻ വിചാരിച്ചതാണ് അത് ചെയ്യണ്ട എന്ന് വിചാരിച്ചതാണ്. പക്ഷെ നീ ഇങ്ങനെ പറഞ്ഞു വന്ന് നീ തന്നെ ഒരു പെരും കള്ളം പറയും. അവിടെ നീ തന്നെ നിന്റെ കുഴി തോണ്ടി. അന്നേരം വിചാരിച്ച് ഇത് ഞാൻ പറയണം, ഇത് പുറത്ത് പറയണം, എന്നാലേ നിന്റെ ഈ കപട മോന്ത നാട്ടുകാർ അറിയത്തുള്ളൂ. ഇതിനു മുമ്പ് വേറെ കാര്യം ഇവിടെ പറയുന്നുണ്ട്, അതിന്റെ വോയിസ് ചെയ്യാൻ വെക്കാം. ഇവിടെ ഫേസ് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്ട്രൈക്ക് വരും. സ്ട്രൈക്കിന് എനിക്ക് പേടി ഉണ്ടായിട്ടില്ല, ഈ വീഡിയോ കുറച്ചധികം ആൾക്കാർ കാണണം, മനസ്സിലായ? അതുകൊണ്ടാണ് വെക്കാത്തത്. എന്നാലും ഞാൻ വോയിസ് വെച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. എന്ത് തന്നെയാണെങ്കിലും അത് വാങ്ങേണ്ട ഞാൻ അവനെ ഡിവോഴ്സ് ഞാനായിട്ട് ഇനി അങ്ങോട്ട് ഒപ്പിട്ട് കൊടുത്തിട്ടില്ല. എനിക്ക് ഇങ്ങോട്ട് ഒപ്പിട്ട് തരിക, എനിക്ക് എന്റെ വാങ്ങിച്ച് അർഹതപ്പെട്ട എനിക്ക് തരാനുള്ള പൈസ എനിക്ക് തരിക. ഐ വിൽ ഹാപ്പിലി സൈൻ ഇറ്റ് ഓഫ്. ബിക്കോസ് അപ്പൊ എവള് പറയുന്നത് എന്താണ്, എവള് ഡിവോഴ്സിനകത്ത് ഒപ്പിട്ട് കൊടുക്കത്തില്ല, അവൻ ഇങ്ങോട്ട് സൈനിട്ട് തരണം, അവക്ക് വേണ്ട നഷ്ടപരിഹാരം കൊടുക്കണം. ഇവൾ ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇവനെ പറ്റി വീഡിയോ ചെയ്യുന്നത് ഇവക്കുണ്ടായ നഷ്ടങ്ങൾ നികത്താനാണെന്നും പറഞ്ഞിട്ടാണ്. ഇത്രയും വീഡിയോ ചെയ്ത് ഈ നഷ്ടങ്ങളെല്ലാം നികത്തിയതിന് ശേഷവും പറയുന്നത് ഇനി അവൻ അങ്ങോട്ട് പൈസ കൊടുത്താലേ എവള് ഒപ്പിട്ട് കൊടുക്കത്തുള്ളൂ എന്നാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇത്രയും നാൾ നടന്ന് ഇവള് ജനങ്ങളെ പറ്റിച്ചോണ്ടിരുന്ന എന്ത് ഡിവോഴ്സ് അവൻ തരുന്നില്ല. ഇത്രയൊക്കെ ദുരിതം അനുഭവിച്ച ഒരു പെണ്ണിന് അവൻ വീണ്ടും ഇങ്ങനെ അവളെ ഇങ്ങനെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡിവോഴ്സ് പോലും കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് ഇവൾ ഇത്രയും നാള് കരഞ്ഞ് കണ്ണീരൊലിപ്പിച്ച് നമ്മുടെ മുന്നിലൊക്കെ വന്നിരുന്ന അഭിനയിച്ച് തകർക്കുമായിരുന്നു. ആൻഡ് ആക്ച്വലി ഇപ്പൊ മനസ്സിലായല്ലോ ആരാണ് ഡിവോഴ്സ് കൊടുക്കാത്തതെന്ന്. എവളാണ് ഡിവോഴ്സ് കൊടുക്കാത്തത്. എവക്ക് ഡിവോഴ്സ് വേണ്ട, മനസ്സിലായോ? ഡിവോഴ്സ് ആയി പോയി കഴിഞ്ഞ് ഇനി ഇങ്ങനെ അപരാധിക്കാൻ പറ്റത്തില്ലല്ലോ, അതാണ് കാര്യം. ഇത്രയും ഫേക്ക് ആയിട്ടുള്ള ഒരുത്തി എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇനി പറയുന്ന കാര്യങ്ങൾ വളരെ വളരെ എക്സ്ക്ലൂസീവ് ആണ് ഗൈസ്. ഈ വീഡിയോയ്ക്ക് അത് പറയുന്ന ഒരു കാര്യം കൂടെ ഞാൻ വെക്കാം. ഡിസംബർ വരെ നിങ്ങൾ കൂട്ടിക്കോ. ഈ മാസം അവസാനം വരെ ഞങ്ങൾ റിലേഷൻ നിർത്തി 2 മാസം കഴിഞ്ഞ് അവനെ അത്രയും പറ്റിച്ച് ഞാനൊരു 10-50-500 മുകളിൽ എന്തായാലും പെൺപിള്ളേരുടെ കൂടെ അവനെ പൊക്കിയിട്ടുണ്ട്. അത് പൊക്കിയിട്ടും ഞാൻ വേറെ ആളുടെ കൂടെ ആ ടൈം വരെ പോയിട്ടില്ല, ഡിസംബർ വരെ. അപ്പം പറയുന്നത് ഡിസംബർ വരെ ആരുടെയും കൂടെ പോയിട്ടില്ല എന്നാണ്. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഡിസംബർ കഴിഞ്ഞ് ആരുടെയെങ്കിലും കൂടെ പോയി എന്നുള്ളതല്ലേ? ഡിസംബർ കഴിഞ്ഞിട്ട് ജാനുവരി 1 തൊട്ട് ആരുടെ കൂടെ പോയെന്ന് നിനക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇനിയാണ് നമ്മുടെ ജയയെ പറ്റി പറയുന്നത്. ജയയെ പറ്റി പറയുന്ന ആ ഒരു വോയിസും കൂടെ നിങ്ങളൊന്ന് കേൾക്ക് കേസ്. നമ്മൾ ഈ ജയിൽ പറഞ്ഞ എന്റെ ഫോളോവിൽ പോയിട്ടുള്ള ജയിലോട്ട് പോകാണ്ടിരിക്കുക. ഇവിടെ ഡയറിക്കകത്ത് ജലൻ എന്ന് പറയുന്ന ഒരു പേര് വന്ന സമയത്ത് എവിടെ ഫോളോ ലിസ്റ്റിൽ പോയിട്ട് അതേ ഐഡിയ ഉള്ള ആളെ ആൾക്കാർ തപ്പിപ്പിടിച്ചു. എന്നിട്ട് ആൾക്കാർ വിചാരിച്ചു ഈ ജലനാണ്. അന്നേരം ഇവള് പറയുന്നത് ആ ഫോളോ ലിസ്റ്റിലുള്ള
ആളല്ല ജലൻ. Obviously, I'm not a fool. ഞാൻ ഒരിക്കലും എന്റെ റിലേഷൻ കൊണ്ട് ഒരാളുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ഞാൻ ഫോളോ ചെയ്ത് വെക്കത്തില്ല. ബിക്കോസ് ഐ എം നോട്ട് എ ഫൂൾ. ഓക്കെ, ക്ലിയർ ആണേ. അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ ഒരാളെ ഫോളോ ചെയ്ത് വെക്കുന്നില്ല. അപ്പൊ ജലനുമായിട്ട് യാതൊരു തരത്തിലുള്ള റിലേഷൻഷിപ്പും ഇല്ല. ജെ അല്ല ജലൻ എന്നാണ് പറയുന്നത്. പിന്നെ റോങ് ആൾക്കാരെ ഇന്റന്റ് ചെയ്ത് അവരുടെ ലൈഫ് കൊള്ളാണ്ടിരിക്കുക. ഇതിലില്ലാത്ത ആൾക്കാരെ ഇൻവോൾവ് ചെയ്യാതിരിക്കുക. The guy who was involved in this is only 20 years old. അതൊരു ചെറുതാണ്, മനസ്സിലാക്കുക. I am 25. അച്ഛടാ, അവൻ പാവോടാ, ചിന്ന കൊളന്തയുടെ 20 years. വെറും 20 വയസ്സുള്ള ചിന്ന കൊളന്ത. ചേച്ചിക്ക് 25 വയസ്സ്, എനിക്ക് 25, അവൻ 20. അത് ചിന്ന കൊളന്തയുടെ. ഞങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പ് ഇല്ലേ? എന്തിനാണ് നീ ഇങ്ങനെ കള്ളത്തരം പറയുന്നത്? നിനക്ക് പ്രൂഫ് വേണോ? ഞാൻ കാണിച്ചു തരാം പ്രൂഫ് വേണമെങ്കിൽ. സോ അത്രയും ഏജ് ഡിഫറൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു ചെറുക്കനെ പിടിച്ച് ഇതിലോട്ട് വലിച്ചിട്ടതിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ഒരു ചെറുക്കനെ പിടിച്ച് വലിച്ചിട്ടതിലോട്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ജലൻ മോനെ, എടാ സോറി, ഐ ആം ദി സോറി. നിന്നെ ഇതിനകത്തോട്ട് വലിച്ചിടാൻ എനിക്ക് യാതൊരു തരത്തിലുള്ള ആഗ്രഹവും ഇല്ല. പക്ഷെ എവിടെ ഈ കള്ളത്തരം കാണുമ്പം പൊന്നു മോനെ നിന്നെ ഇതിനകത്തോട്ട് ഉൾപ്പെടുത്താതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നീ എവിടെ കസ്റ്റഡിയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടോ അതായിരിക്കും നിനക്ക് നിന്റെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന ഏറ്റവും നല്ല കാര്യം. എവിടെ കൂടെ നടന്നു കഴിഞ്ഞാൽ നിന്റെ ജീവിതം കോഞ്ഞാട്ടയായി പോകും. അത് 100% ഉറപ്പാണ്. ഇനി നമുക്ക് ഒരു കഥ പറയാം. ഇവള് ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഒരു ഡാൻസ് വീഡിയോയെ പറ്റി സംസാരിക്കുന്നുണ്ട്. ലല്ലുവിന് ഇവൾ ഒരു ഡാൻസ് വീഡിയോ അയച്ചു കൊടുത്തു. അപ്പം അതൊന്നും അവൻ ഇഷ്ടമല്ല എന്ന് പറയുന്ന എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ലല്ലുവിന് വേണ്ടിയിട്ടായിരിക്കണം ആ ഡാൻസ് കളിച്ചിട്ട് അവൾ അയച്ചു കൊടുക്കുന്നത്. ആ പറയുന്ന വോയിസ് നിങ്ങളൊന്ന് കേട്ടോ. 16th December അടുത്ത ചാറ്റ്. ഓക്കെ, ഐ സെൻഡ് ഹിം എ ഡാൻസ് വീഡിയോ. അതായത് ഞാൻ ഇൻസ്റ്റയിൽ ഒരു ഡാൻസ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മുൻപേ വാന്ന് തോന്നുന്നു. ഐ സെൻഡ് ഹിം എ ഡാൻസ് വീഡിയോ. മുൻപേവാ ആണെന്ന് തോന്നുന്നു. അവിടെ അക്കൗണ്ടിൽ കയറി നോക്കി കഴിഞ്ഞാൽ ആ ഒരു ഡാൻസ് വീഡിയോ കിടപ്പുണ്ട്. ഒരു ഷാഡോ ഡാൻസ്, പുള്ളിക്കാരുടെ ഫേസ് ഒന്നും അറിയാത്ത ഒരു ഷാഡോ ഡാൻസ് അവിടെ കിടപ്പുണ്ട്. ആർക്കാണ് അയച്ചു കൊടുത്തത്? ലല്ലുവിനാണ് അയച്ചു കൊടുത്തത്. അപ്പൊ ഇത്രയും ദ്രോഹിയായിട്ടുള്ള ലല്ലുവിനോട് ഇപ്പോഴും സ്നേഹമുണ്ട്. അതുകൊണ്ടായിരിക്കണമല്ലോ അവന് വേണ്ടിയിട്ട് ഡാൻസ് കളിച്ചിട്ട് അയച്ചു കൊടുക്കുന്നത്. അല്ലേ? ഡിസംബർ 16 ഇതാണ് ആ ഒരു വീഡിയോ. POV, യു ഫെൽ ഇൻ ലവ് അഗെയിൻ. ഇതാണ് ആ ഒരു വീഡിയോ. ഇതിന്റെ അടിയിൽ എഴുതി വെച്ചേക്കുന്നത് ഹി വോണ്ട് മീ ടു ഡാൻസ് സോ ഹിയർ വി ഗോ എന്നും പറഞ്ഞിട്ടാണ് പുള്ളിക്കാരത്തി ആ ഒരു വീഡിയോ ആണ് ഇത് പോസ്റ്റ് ചെയ്തേക്കുന്നത്. ഇതിന്റെ അടിയിൽ വന്ന ഒരു കമന്റ് ഞാൻ വെക്കാം. അവിടെ ഇതാണ്ട് കമന്റ്. ജലൻ ഒരു കരയുന്ന സംഭവം ഇട്ടപ്പോഴത്തേക്ക് അതിന്റെ അടിയിൽ മൈൻ എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഇത്തത്താ വന്നിട്ട് കമന്റ് അടിച്ചേക്കാടെ മൈൻ എന്നും പറഞ്ഞിട്ട് ഹി വോണ്ട് മീ ടു ഡാൻസ് എന്നും പറഞ്ഞിട്ടിട്ട് അങ്ങനെ ഒരു സാധനം ഇട്ടപ്പോൾ മൈൻ എന്നും പറഞ്ഞൊരു ഹാർട്ട് ഒക്കെ കൊടുത്ത് വന്ന് കമന്റ് ഇടണമെങ്കിൽ ചില്ലറ. അപ്പൊ നിങ്ങൾ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് മാത്രമാണോ ഉള്ളത്? ഇതൊന്നും നിങ്ങൾ തമ്മിൽ ഒരു ബന്ധമുണ്ട് എന്ന് സ്ഥാപിക്കാനുള്ള പ്രൂഫ് ഒന്നും അല്ലെന്ന് എനിക്കറിയാം. കഴിഞ്ഞില്ല, തുടങ്ങിയിട്ടേ ഉള്ളു. ഓക്കെ, ഈ സംഭവം നടക്കുന്നത് ഡിസംബർ 16. നമ്മുടെ ഇത്തത്താന്റെ കയ്യിൽ ഒരു ടാറ്റു അടിച്ചിട്ടുണ്ട് റീസെന്റ് ആയിട്ട്. നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ഈ ഒരു വിരലിലായിട്ട് ഇവിടെ ആയിട്ട് ഒരു ടാറ്റു, F എന്ന് പറഞ്ഞിട്ടൊരു ടാറ്റു. നിങ്ങൾ എത്ര ശ്രദ്ധിച്ചായിരുന്നു? കാണിച്ചു തരാം. ഇത് ഡിസംബർ 26 ഇട്ട പോസ്റ്റ് ആണ്, വീഡിയോ ആണ്. റിപ്ലൈ ടു സം യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞ അക്ബർ ഖാന്റെ ടിൻഡർ ഇഷ്യൂ വന്ന സമയത്ത് അന്നേരം നോക്കുവാണെങ്കിൽ ഇതാണ്ടേ ഒരു ടാറ്റു നിങ്ങൾക്ക് കാണാൻ പറ്റും. F എന്ന് പറഞ്ഞ ഒരു ടാറ്റു ഈ വിരലിലായിട്ട്. പക്ഷേ ഡിസംബർ 23 ഇട്ട വീഡിയോ അതിനകത്ത് നോക്കുവാണെങ്കിൽ ഈ രണ്ട് കൈയിലും ടാറ്റു ഇല്ല. കണ്ടല്ലോ, രണ്ട് കൈയിലും ടാറ്റു ഇല്ല. ഡിസംബർ 26 ടാറ്റു ഉണ്ട്. ഈ വീഡിയോയ്ക്ക് ഇടയിൽ ഒരു 3 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിൽ എപ്പോഴെങ്കിലും ആയിരിക്കണം ഈ ടാറ്റു അടിച്ചിട്ടുള്ളത്. മേ ബി 23 വീഡിയോ അതിന് മുമ്പ് എപ്പോഴെങ്കിലും എടുത്തതായിരിക്കണം. 26 വീഡിയോ അതിന് മുമ്പ് എപ്പോഴെങ്കിലും എടുത്തതായിരിക്കണം അല്ലേ? അപ്പം നമുക്ക് അസ്യൂം ചെയ്യാം ഡിസംബർ 26 മുമ്പാണ് ഈ ഒരു ടാറ്റു അടിച്ചിരിക്കുന്നത്. ഈ രണ്ട് വീഡിയോ ഇടയിൽ എപ്പോഴാണ് ടാറ്റു അടിച്ചിരിക്കുന്നത്? ഡിസംബർ 16 ലല്ലുവിന് ഒരു ഡാൻസ് വീഡിയോ അയച്ചു കൊടുക്കുന്നു. അതിന്റെ അടി വന്നിട്ട് ജലൻ കമന്റ് ഇടുന്നു. അതിന്റെ അടി വന്നിട്ട് തിത്ത കമന്റ് ഇടുന്നു മൈൻ എന്നും പറഞ്ഞിട്ട്. ആൻഡ് ഈ ടാറ്റു ഒന്ന് നമുക്കൊന്ന് ഡീകോഡ് ചെയ്യാം. ഇത് ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. Fന്റെ അടിയിൽ എന്തുവാടെ ഒരു വാല്. F നിങ്ങൾ ആ F മാറ്റിയിട്ട് അതൊരു J ആയിട്ടൊന്ന് കണക്കാക്കി നോക്കിയേ. Fഉം Jയും കൂടെ ചേർന്ന് ഒരു ടാറ്റു ആണ് അടിച്ചേക്കുന്നത്. ഓക്കെ, ആരാണപ്പോ ഈ J? ഡയറിക്കകത്തൊരു J ഉണ്ടായിരുന്നു. അതെന്തായാലും മറ്റേ പയ്യനല്ലെന്ന് ചാച്ചി പറയുന്നുണ്ട്. അപ്പം J ആരുടെ? J. അപ്പം നമുക്ക് ഉറപ്പിക്കാം J എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് എവിടെ കാമുകൻ എന്നോ ഫ്ലിങ് എന്നോ ഒക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. കാര്യം ഉറപ്പിക്കാൻ പറ്റത്തില്ല. ഇവരുടെ ഒരു രീതി എങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. അതുകൊണ്ട് ചിലപ്പോൾ ഈ കൊണ്ടു കിടക്കുന്ന പയ്യന്മാരെയൊക്കെ ചിലപ്പം ടാറ്റു കയ്യിലടിച്ച് വെക്കുമായിരിക്കും. കഴിഞ്ഞ വീഡിയോയിൽ ഇവിടെ ഒരു കാര്യം പറയാൻ നിങ്ങൾ ഓർക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. നവംബറിലാണ് ജിമ്മിൽ ജോയിൻ ചെയ്യുന്നതെന്ന്. ഇതേ ജിമ്മിലെ ട്രെയിനറാണ് ഈ ജലൻ എന്ന് പറയുന്ന പയ്യൻ. എന്നിട്ട് ഡിസംബർ വരെ റിലേഷൻഷിപ്പ് ഇല്ലായിരുന്നു എന്നും പറയുന്നത്. എന്നാൽ ഡിസംബർ 20 തുടക്കത്തിലാണ് ഈ ഒരു ടാറ്റു കയ്യിൽ വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസംബർ 20 മുമ്പ് എപ്പോഴും ഇവർ റിലേഷൻഷിപ്പ് ആയിട്ടുണ്ട്. സെയിം ടൈമിൽ തന്നെ അതേ ഡിസംബറിൽ തന്നെ ലല്ലുവിനെ കാണാൻ വേണ്ടിയിട്ട് ബാംഗ്ലൂരും പോയിട്ടുണ്ട്. അതുപോലെ തന്നെ തൊടുപുഴയിൽ ലല്ലുവും വന്ന് കണ്ടിട്ടുണ്ട്. ലല്ലുവായിട്ടും ആ സമയത്ത് കോൺടാക്ട് ഉണ്ട്.
അതിന്റെ ചാറ്റൊക്കെ ഇന്ന് തന്നെ വീഡിയോയ്ക്ക് അത് പുറത്തു വിട്ടതാണ്, നിങ്ങൾ കണ്ടല്ലോ ഓൾറെഡി. ഇനി ഞാൻ കുറച്ച് ഫോട്ടോസ് കാണിക്കാം ഗൈസ്. ബ്ലർ ചെയ്തിട്ടുണ്ടാവും. കഴിഞ്ഞ വീഡിയോയിൽ ഇവള് വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു എന്തെങ്കിലും ഇങ്ങനെയുള്ള ഫോട്ടോ നിങ്ങളുടെ കയ്യിൽ കിട്ടുവാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അതങ്ങ് പുറത്ത് വിട്ടോളാൻ, ഒരു കുഴപ്പമില്ലെന്ന്. പക്ഷെ ഫേസ് വെച്ച് കഴിഞ്ഞാൽ പ്രൈവസി കംപ്ലൈന്റ് വരെ തരും, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ പുറത്ത് വിട്ടേനെ. ടാറ്റൂഡ് ഫോർ എവർ FJ. ഈ ടാറ്റു നിങ്ങൾ എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ ഗൈസ്? ഈ ടാറ്റു നിങ്ങൾ എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. കുറച്ചു മുമ്പേ കണ്ട ഈ സെയിം സാധനം, അതേ കൈ, നമ്മുടെ ജയാണ് കൈ പിടിച്ചേക്കുന്നത്. ഇനി അടുത്തത്, ഈ മസിൽ കണ്ടാ മനസ്സിലാവത്തില്ലയോ ഇത് ആരാണെന്ന്? ഇനി ഞാൻ പറഞ്ഞു തരണോ? കൂടുതൽ ഞാൻ പറഞ്ഞു തരണോ? ഈ മസിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കി കൂടെ ആരാണെന്ന്? 20 വയസ്സ് മാത്രം പ്രായമുള്ള പിഞ്ചു കുഞ്ഞ്. എടി നാണം ഉണ്ടോ നിനക്ക്? നാണം, ഉളുപ്പ്. ഇതും പോരാങ്കിൽ ഞാനൊരു ബ്ലർ ചെയ്ത് ഇതുകൂടെ ഇട്ട് തരാം. നിഴല് വെച്ച് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കിക്കോ. ഇതും പോരാ, ഇത് നിനക്ക് പോരാ. ഇതും പോരാങ്കിൽ ഇതൂടെ പിടിച്ചോ കാറിനകത്ത്. ഇത്രയും തെളിവ് മതിയോ? ഇനിയും നീ പറ അവനുമായിട്ട് നിനക്ക് യാതൊരു ബന്ധവും ഇല്ലെന്ന്. അവനുമായിട്ട് യാതൊരു ബന്ധമില്ലെന്ന് നീ പറ. നീ പറഞ്ഞിട്ട് പോണം. നീ ഇത് കാണുമ്പോൾ നിനക്ക് എന്താ മനസ്സിലാവുന്നേ? നീ ആരെയാ പറ്റിക്കാൻ നോക്കുന്നത്? ഇവൾ ഇൻസ്റ്റാഗ്രാമിൽ ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേക്ക് ഇട്ട ഒരു സ്റ്റോറിയാണ്. ഈ സ്റ്റോറി നിങ്ങളാരും കണ്ടിട്ടുണ്ടായിരിക്കത്തില്ല, പക്ഷെ കണ്ടവരുണ്ട്. അവർക്കിപ്പോ കാര്യം പിടികിട്ടി ഇത് എങ്ങനെ എന്റെ കൈ വന്നെന്ന്. എന്റെ പൊന്നുമോളെ, നീ ആ റൂട്ട് പിടിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ, അങ്ങോട്ട് നീ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ, അവിടുന്ന് എന്തെങ്കിലും ഒരു റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ, ഇതിന്റെ അപ്പുറം നീയൊക്കെ കാണിക്കുന്ന ഈ തുണ്ട് വീഡിയോ അതൊന്നും എൻ്റെ ഇല്ല. അങ്ങനെയുള്ള പരിപാടി ഞാൻ ചെയ്യത്തുമില്ല. നീ മറ്റേ തുണ്ട് വീഡിയോ പുറത്തുവിടുന്നത്, അങ്ങനെയുള്ള സാധനങ്ങൾ എനിക്കൊന്നും വേണ്ട. നീ ഇപ്പൊ എക്സ്പോസ് ആയതിനേക്കാളും കൂടുതൽ ഞാൻ എന്നെ എക്സ്പോസ് ചെയ്യും. 17ാമത്തെ വയസ്സിലുള്ള കുറെ ഐറ്റംസ് ഒക്കെ മോടെ ചരിത്രം ഉണ്ടല്ലോ, അതൊക്കെ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് ദൈവത്തെ ഓർത്ത്. അതുകൊണ്ട് നീ ആ റൂട്ട് അങ്ങ് വിട്ടേരാ. ആ റൂട്ട് നീ പിടിച്ച് പോയി എന്നും വേണ്ട. ഇത് ഞാൻ കാണിക്കേണ്ടെന്ന് വിചാരിച്ചാണ്. നീ അവസാനത്തെ ആ ഒരു നിന്റെ 2 ലൈൻ, 25 വയസ്സുള്ള ഞാൻ 20 വയസ്സുള്ള പിഞ്ചു കുഞ്ഞുമായിട്ട് ഞങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പേ ഇല്ല എന്ന്, ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധമില്ലെന്ന്. ചിലപ്പം പറഞ്ഞത് ശരിയായിരിക്കും, ഇവർ തമ്മിൽ റിലേഷൻഷിപ്പ് ഒന്നും കാണത്തൊന്നുമില്ല, പക്ഷെ വേറെ പരിപാടികളൊക്കെ ഉണ്ട്. അത് ഈ ഫോട്ടോസ് സാക്ഷി. ഇവള് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഡിസംബർ വരെ ഇവക്ക് റിലേഷൻഷിപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ലെന്ന്. ഈ വാലന്റൈൻസ് ഡേക്ക് ഇട്ട ഫോട്ടോയുടെ അടിയിൽ എഴുതി വെച്ചേക്കുന്ന വായിച്ചു നോക്കിയേ, ഹാപ്പി വാലന്റൈൻസ് ഡേ, ഹാപ്പി 4 months സുട്ടു. ഫെബ്രുവരി 14 4 മാസം ആയെങ്കിൽ ഇവൾ എന്ന് മുതൽ ഇവനുമായിട്ട് ഒരു ബന്ധം ഉണ്ടായിരിക്കും? ഒരു പ്രണയമൊന്നും ഞാൻ പറയത്തൊന്നുമില്ല. ഓക്കെ, ഇവർ തമ്മിൽ ഒരു ബന്ധം 4 മാസമായിട്ടുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഫെബ്രുവരി 14 തൊട്ട് ബാക്കിലോട്ട് ഒരു 4 മാസം നോക്കുവാണെങ്കിൽ ഒക്ടോബർ 14 തൊട്ട് യവനുമായിട്ട് ഒരു ഇതുണ്ട്. എന്തൊരു കള്ളമാണ് മോളെ പറയുന്നത്. ഈ ഒക്ടോബറും കഴിഞ്ഞ് ഡിസംബറിലൊക്കെയാണ് ഇവള് പിന്നെ ലല്ലുവിനെ കാണാൻ പോകുന്നത്. ആ സെയിം ടൈം ലല്ലുവിന്റെ കൂടെ പോയിട്ടുണ്ട്. എന്തുവാ മോളെ നീ ഇത്? എനിക്ക് മനസ്സിലാവുന്നില്ല. നീ പറഞ്ഞു വരുമ്പോ ഈ ലല്ലുവിനെ സഫേക്കാലും ഉടായിപ്പാണെന്ന് തോന്നുമല്ലോ നീ. ഇനി നിങ്ങൾ തമ്മിൽ ബ്രദർ സിസ്റ്റർ റിലേഷൻഷിപ്പ് ആണെന്നൊന്നും പറഞ്ഞേക്കല്ലേ. പിന്നെ ഇതൊക്കെ പുറത്ത് വിടണമെന്ന് ഞാൻ ആഗ്രഹിച്ച കാര്യമൊന്നുമല്ല. നീ വന്നിട്ട് ഇങ്ങനെ കള്ളത്തരം, കണ്ണു പൊട്ടുന്ന കള്ളത്തരം പറയുമ്പോ എങ്ങനെയാ മോളെ ഇത് കാണാതിരിക്കുന്നത്? ഈ ജനങ്ങളെ നീ പറ്റിച്ചോണ്ടിരിക്കുമല്ലയോ? ഇത് കാണിക്കാതിരിക്കുന്ന എങ്ങനെ? എനിക്ക് വേണമെങ്കിൽ ആണ്ട ഇനിയും ഉണ്ട്, എടുത്ത് കാണിക്കായിരുന്നു. ഞാൻ ചെയ്യുന്നില്ല, എനിക്ക് ഇത് ഇടാൻ താല്പര്യമില്ല. ഇത് ഭീഷണിയൊന്നുമല്ല, നിന്റെ കള്ളത്തരം പൊളിക്കുക, അത് മാത്രമേ ഉള്ളൂ. അപ്പം ഇവര് തമ്മിൽ എന്തോ ഒരു ഇതുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ചിലപ്പോൾ റിലേഷൻഷിപ്പ് ഒന്നും ആയിരിക്കത്തില്ല. ഇനി ഞാൻ ഇവിടെ ഒരു വോയിസ് കൂടെ വെക്കാം. അത് നമ്മുടെ ഇത്താടെ വോയിസ് തന്നെ. എനിക്ക് റിലേഷൻ ഉണ്ട് ഇപ്പോ, എനിക്ക് വേറെ റിലേഷൻ ഉണ്ട്, പക്ഷെ അത് ജനനല്ല. എന്റെ ഈ റിലേഷൻ കൂടെ പോകുന്ന എനിക്ക് തോന്നുന്നത് ഇത് ഇങ്ങനെ വന്നു. ഈ വോയിസ് അത് പറയാൻ നിങ്ങൾ കേട്ടാ, അവക്ക് റിലേഷൻഷിപ്പ് ഉണ്ട്, അത് വേറെ ആരോ ആണ്, അത് യവൻ അല്ലെന്ന്. എന്റെ പൊന്നു മോളെ, ഇത് എന്തിനാ ഏതാണ് യൂണിവേഴ്സിറ്റി ഇത്? അന്നേരം ഇത് അല്ലാതെ വേറെ റിലേഷൻഷിപ്പ് ഉണ്ടോ നിനക്ക്? അന്നേരം ഇത് അവിഹിതം അല്ലെങ്കിൽ മറ്റേ ഫ്ലിങ് പരിപാടി. സോ വേണ്ടെന്ന് വിചാരിക്കും, തലയിൽ കയറി നിരങ്ങാൻ നിൽക്കരുത്. എന്നെ ഇതിനകത്തോട്ട് വെറുതെ നീ ഡ്രാഗ് ചെയ്തതാണ്. അപ്പൊ പിന്നെ അനുഭവിക്കുക. പിന്നെ നീ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ പുറത്ത് വിട്ടോളാൻ. അതുകൊണ്ട് പുറത്ത് വിട്ടോളാം. അപ്പം ഡയറി എക്സ്പ്ലനേഷൻ എങ്ങനെയുണ്ട്? ഇതിന്റെ ഇടയിൽ കൂടെ IPL കളിച്ചത് മുക്കി. ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ IPL എന്തിനാണ് കളിച്ചതെന്ന്. പിന്നെ ജെ ഗീവ്സ് മീ ദ ബെസ്റ്റ് ഷാഷ്. ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഹൂ ഈസ് ജെ, ആരാണ് ദ ബെസ്റ്റ് കൊടുത്തത് എന്ന്. സോ നീ പറയാത്ത ഉത്തരം ഞാൻ പറഞ്ഞു, നിനക്ക് കൊടുക്കാൻ പറ്റാത്ത എക്സ്പ്ലനേഷൻ ഞാൻ പറഞ്ഞു. ഞാൻ ഇപ്പോഴും നീ പറയുന്നുണ്ടല്ലോ ഇവനോട്ട് റിലേഷൻഷിപ്പ് ഇല്ല. അപ്പം ഇത് ഏതോ ഒരു നിന്റെ ഫ്ലിങ് പരിപാടി. നിന്റെ റിലേഷൻഷിപ്പ് സ്റ്റിൽ പ്രൈവറ്റ് ആണ്, അത് ഞാൻ എക്സ്പോസ് ചെയ്യുന്നില്ല. അങ്ങനെ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നീ പ്രൈവറ്റ് ആക്കി വെച്ചോ. അതെന്താണെങ്കിലും നമ്മളായിട്ട് പറയാൻ നിൽക്കുന്നില്ല. ഓക്കെ, ഇനി നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ഇവിടെ പഴയ വീഡിയോ എല്ലാം കൂടെ എടുത്തൊന്ന് കണ്ടു നോക്ക്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഇവിടെ പഴയ വീഡിയോ നിങ്ങൾ ഇനി ഒന്ന് റീവാച്ച് ചെയ്ത് കഴിഞ്ഞാൽ
ഇവള് എത്രമാത്രം പെരും കള്ളിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇവൾ ഇത്രയും നാള് നമ്മളെ കരഞ്ഞ് പറ്റിക്കുകയായിരുന്നു, ഒരു ഇമോഷണൽ ഡ്രാമ ഇറക്കുമായിരുന്നു എന്ന് മനസ്സിലാവും. ഒരു വീഡിയോയ്ക്കകത്ത് ഇവള് പറയുന്ന കാര്യങ്ങൾ ഞാൻ കേൾപ്പിക്കാം. ഡിസംബർ 26 വിളിട്ട വീഡിയോ ആണ്. ഇങ്ങനെ എടുക്കാൻ എനിക്ക് വേറെ വഴിയില്ല. കാരണം ഒരാഴ്ചയായിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ക്യാമറയുടെ മുന്നിൽ ഇങ്ങനെ വന്നിരിക്കും, ഇങ്ങനെ ഒന്ന് അഭിനയിക്കാൻ നോക്കും, പക്ഷെ എന്നോട് നടക്കുന്നില്ല. സോ അഭിനയിക്കാൻ നോക്കും. നീ എന്തിനേക്കാൾ കൂടുതൽ അഭിനയിക്കുന്നത്? ഇപ്പൊ തന്നെ കംപ്ലീറ്റ് അഭിനയമാണ്. ഇതാണ് അഭിനയം. എന്തൊരു അഭിനയമാണ് ഇത് ജാനുവരി 26 ഓക്കെ. ഈ സെയിം ടൈമിൽ ഒരുത്തനായിട്ട് റിലേഷൻഷിപ്പ് ആണ്. എന്നിട്ടാണ് മെറ്റവന്റെ കാര്യം വന്നിട്ട് കരഞ്ഞു മെഴുകി വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത്. എത്രമാത്രം ഫേക്ക് ആണെന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ പറയാനുള്ള കാര്യം സത്യം പറഞ്ഞാൽ ഇവിടെ എഴുതി വെച്ചേക്കാണ്. കാരണം എനിക്ക് ആൻസൈറ്റിയുടെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഞാൻ ടെൻഷൻ അടിക്കും. എനിക്ക് സംസാരിക്കാനുള്ള കാര്യം എന്താണെന്ന് ഓർമ്മ വരത്തില്ല. സാധാരണഗതിയിൽ ഒരുത്തന്റെ കയ്യിൽ നിന്ന് തേപ്പ് കിട്ടി കഴിയുമ്പോഴത്തേക്ക് നെക്സ്റ്റ് ഒരു റിലേഷൻഷിപ്പിലോട്ടൊക്കെ പോകുന്നതിന് മുമ്പ് ഒന്ന് പഠിക്കും. എവള് മറ്റേ വീഡിയോക്കകത്ത് പറയുന്നുണ്ടല്ലോ, സെപ്റ്റംബർ 12 ലവനുമായിട്ട് പിരിഞ്ഞ് അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത്. ഇവള് പറഞ്ഞ് ഈ 4 മാസത്തെ കണക്ക് ശരിയാണെങ്കിൽ ഒക്ടോബർ നവംബർ ആയപ്പോഴത്തേക്ക് ഇവള് റിലേഷൻഷിപ്പിലായി മറ്റവനുമായിട്ട്. ഒരുത്തൻ ഭർത്താവ് പോയ സമയത്ത് സെയിം ഭർത്താവുമായിട്ട് വീട്ടിൽ നിന്ന് ഉടക്കി പോയ സമയത്ത് വേറൊരുത്തനായിട്ട് റിലേഷൻഷിപ്പായി. അതിനെയാണ് നമ്മൾ പറയുന്ന അവിഹിതവും. അപ്പൊ നിനക്ക് അവിഹിതമാവാം. ഇതേ അവിഹിതം വെച്ചോണ്ടാണ് ഇവള് മറ്റേ സഫയുടെ ലല്ലുവിന്റെ അവിഹിതം പൊക്കാൻ വേണ്ടി നടന്നത്. അത് ഓക്കെ, അവർ തമ്മിൽ ഉടായ്പ തന്നെ, നീ സമ്മതിച്ചു. പക്ഷെ ഇല്ല, പൊക്കാൻ നടക്കുന്ന ആള് പറ്റില്ല. ആശാൻ അടുപ്പിലും ദൂരാന്ന് പറയുന്ന ഇടപാടാ. ആൻഡ് ഇപ്പൊ സമയം രാത്രി 2:30 ആൻഡ് ദൈവം സഹായിച്ച് എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. അത് അങ്ങനെ തന്നെയാണ്. അത് കുറച്ച് നാളായിട്ട് അങ്ങനെയാണ്. നമ്മൾ ഈ കാണുന്ന പോലെ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന പോലെ അല്ല ഒരാളുടെ റിയൽ ലൈഫിൽ നിങ്ങൾക്ക് ആദ്യം മനസ്സിലായല്ലോ. നിങ്ങൾ ഈ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന ഇവിടെ വീഡിയോക്കകത്ത് കാണുന്ന പോലെ അല്ല ഇവിടെ റിയൽ ലൈഫ്. നിങ്ങൾക്ക് തീർത്തും മനസ്സിലായല്ലോ. കംപ്ലീറ്റ് കള്ളത്തരമാണ്. വന്ന് പറയുന്ന കള്ളത്തരമാണ്. ഉറക്കമില്ലെന്ന് പോലും. മോളെ 2 എണ്ണം വലിച്ചിട്ട് പുകച്ചിട്ട് കുഞ്ഞു പോക്കിടന്ന് ഉറങ്ങും. നിനക്ക് നല്ല ഉറക്കം വരും. ഇമ്മാതിരി ഉടായ്പാണ് ഇവള്, ഇമ്മാതിരി ഉടായ്പ്. എന്നിട്ട് വന്നിരുന്നിട്ട് ഡയലോഗ് അടിക്കുന്നു. ഇനി ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ഇവിടെ പഴയ വീഡിയോ ഒക്കെ എടുത്തൊന്ന് കണ്ടു നോക്ക്. അജാതി അഭിനയമാണ്. ആ അഭിനയമൊക്കെ മനസ്സിലാവും. കൂടുതൽ ഒന്നും പറയുന്നില്ല ഗൈസ്. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? താഴെ വന്ന് കമന്റ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പൊ ശരിയെങ്കിൽ പൊന്നുമോളെ, എന്നെ കൊണ്ട് ഇനി ഒരു വീഡിയോ നീ ചെയ്യിപ്പിക്കരുത്. എനിക്കതേ പറയാനുള്ളൂ. അത് നിനക്ക് നല്ലതായിരിക്കത്തില്ല. ഓക്കെ, അപ്പൊ ശരിയെങ്കിൽ ബൈ.